ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ടൂൾ സെപ്റ്റ് ബോസ് ബേസ് എന്ന ടൂളാണ്. അത് എങ്ങനെ യൂസ് ചെയ്യണം, അതിൻ്റെ ഫീച്ചേഴ്സ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ആദ്യമായിട്ട് തന്നെ ഞാൻ വരയ്ക്കാനായിട്ട് ഒരു സ്കെച്ച് സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഫ്രണ്ട് പ്ലെയിനിലാണ് ഞാൻ ആദ്യമായിട്ട് വരയ്ക്കുന്നത്. ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്യാണ്. ഓക്കെ, ആദ്യമായിട്ട് ഞാൻ സെപ്റ്റ് വരയ്ക്കാനുള്ള ഒരു പാത്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ലൈൻ സെലക്ട് ചെയ്തു. ഓക്കെ, ഓക്കെ ഓക്കെ എന്നിട്ട് ഞാൻ ഡയമെൻഷൻ കൊടുക്കുകയാണ്. 60 mm കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ 4 ലൈനും ഈക്വലായിട്ട് ഇവിടെ റിലേഷൻസ് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ ഫില്ലറ്റ് എടുത്തിട്ട് കോർണറിൽ ഞാൻ ഫില്ലറ്റ് കൊടുക്കുകയാണ്. റേഡിയസ് 15 ആണ് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ സ്കെച്ച് ഔട്ട് ചെയ്യാണ്. എന്നിട്ട് നമ്മളിനി വേറൊരു പ്ലെയിൻ സെലക്ട് ചെയ്യാണ്. ടോപ്പ് ലൈൻ സെലക്ട് ചെയ്യാണ്. സ്കെച്ച് എടുത്തു, ടോപ്പ് ലൈനിൽ സ്കെച്ച് എടുത്തു. എന്നിട്ട് ഞാൻ അത് കോർഡിനേറ്ററിൽ തന്നെ ഇനി ഒരു സർക്കിൾ വരയ്ക്കാൻ പോവാണ്. ഓക്കെ, ഞാൻ 10 mm ഡയമീറ്റർ കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ സ്കെച്ച് ഔട്ട് ചെയ്യാണ്. അപ്പം ഞാനിത് വരച്ചേക്കുന്നത് രണ്ട് പ്ലെയിനിലാണ്. പിന്നെ നമ്മളിവിടെ 10 mm കൊടുത്തേക്കുന്നതിൻ്റെ ആനുപാതികമായിട്ടാണ് ഞാനിവിടെ റേഡിയസ് കൊടുത്തേക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അടുത്തായിട്ട് ഞാൻ ഫീച്ചേഴ്സിൽ പോയിട്ട് സെപ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ആ റൗണ്ട് എന്താണ് ഇത് സെപ്റ്റിൻ്റെ ആ റൗണ്ട് ഞാൻ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ പാത്ത് സെലക്ട് ചെയ്യാണ്. പാത്ത് സെലക്ട് ചെയ്തു. ഓക്കെ, പാത്ത് സെലക്ട് ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ സെപ്റ്റ് എന്ന ഓപ്ഷൻ ഫുള്ളായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് സെപ്റ്റ് എന്ന ഓപ്ഷൻ ചെയ്യുക. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. വ്യത്യസ്തമായ രീതിയിൽ സ്കെച്ച് വരച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റുകൾ അയയ്ക്കുക. ഞാൻ തീർച്ചയായും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ സെപ്റ്റ് വിത്ത് ഗൈഡ് കർവ് എന്ന ഓപ്ഷൻ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് എൻ്റെ നെക്സ്റ്റ് വീഡിയോ. നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയ ചെറിയൊരു അറിവ് മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ഫ്രണ്ട്സ്.